Audio Jungle. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു എലിസസ് കിച്ചൺ. ഇന്ന് നമ്മൾ കുക്കിംഗ് ഷോ കാണിക്കുന്നത്. ഇതെന്റെ വീടിന്റെ ഫ്രണ്ടാണ്. പുതിയ സിങ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ നിന്നിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ഒരു 16-17 കിലോമീറ്റേഴ്സ് ഹെവേ ഒരു പുതിയ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര അവിടേക്കാണ്. ലാസ്റ്റ് ഡേ നാളെയാണ്. അപ്പം ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാൻ ദൈവാനുഗ്രഹം ഉണ്ടായതിലും ഞാൻ ദൈവത്തിനും അതുപോലെ അത് ഷെയർ ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്ക് എൻ്റെ വീക്ഷകരുടെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പം നമുക്ക് വീട് പൂട്ടിയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങാണ് നമ്മുടെ പ്രോപ്പർട്ടി കാണാനായിട്ട്. ഓൺ ദ വേ ഞാൻ കുറച്ച് വീഡിയോസ് ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് അവിടെ നിന്ന് കാണാം. ഓക്കെ, ശ്രുതി പൂം കാറ്റും മണവും നീയല്ലോ. അകത്താരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സൗവർണ കിരണങ്ങൾ വിതറുന്ന മനസ്സിൽ വിരിയോ. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ കൂടി പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അവിടെ എത്തും. ഇവിടുന്ന് നമ്മൾ ഈ റോഡിലേക്കാണ് ടച്ച് ചെയ്യേണ്ടത്. ഇവിടുന്ന് പോയാൽ നമ്മൾ 1 കിലോമീറ്റർ പോയാൽ നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ച പ്രോപ്പർട്ടിയുടെ അവിടേക്ക് എത്തും. ഇത് പെരുമ്പാടിയിൽ വേണ സ്ഥലമാണിത്. ഓക്കെ, ബൈ. നമുക്ക് പോകാം, അങ്ങോട്ട് പോകാം. നമ്മൾ ഏകദേശം അടുക്കാറായി. ഇനി ഒരു 5 മിനിറ്റ് പോലും വേണ്ട. സീനറീസ് എല്ലാം കാണുന്നുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ശ്രുതി പൂം കാറ്റും മണവും നീയല്ലോ. അകത്താരിൽ ഒരു രാഗം അനുപല്ലവിയായി തീരുമ്പോൾ ഉദയത്തിൻ സൗവർണ
നമ്മൾ നമ്മുടെ വീടിന്റെ ഗേറ്റിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഒക്കെ കണ്ടില്ലേ എങ്ങനെയുണ്ടെന്ന് പ്ലേസ്, എത്ര ബ്യൂട്ടിഫുൾ ആണെന്നാ. ആരും കാണാനും സ്റ്റേ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരു പ്ലേസ് ആണ്. ഉണ്ട്, നമ്മൾ ഗേറ്റിലേക്ക് വന്നു. നമ്മുടെ വീടിന്റെ ഗേറ്റാണ് ഇത്, മെയിൻ ഗേറ്റ് നമ്മുടെ. ഞാൻ വീഡിയോ ഒന്ന് ഓഫാക്കിയിട്ട് ഇതൊന്ന് ഗേറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. നല്ല ക്ലൈമറ്റ് ആണ് ഇവിടെ. ഏത് ചൂടത്തും ഇവിടെ തണുപ്പായിരിക്കും. ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്, സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി എടുക്കുന്നില്ല, കുറച്ച് ഹപ്പായതുകൊണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. ഓക്കെ, അവിടെ എത്തുന്ന വീടിൻ്റെ ആ ഒരു പഴയ ഇതെല്ലാം പറഞ്ഞു ഇതെല്ലാം റോഡൊക്കെ ഒന്ന് ശരിയാക്കേണ്ടതുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മുറ്റത്തേക്ക് വരാം. ഓക്കെ, എല്ലാ ഫ്രൂട്ട് ഐറ്റംസും ഉണ്ട് ഇവിടെ. ഈവൻ ഫ്ലവേഴ്സ്, കോഫി, ബനാന പ്ലാന്റ് എല്ലാം ഉണ്ടാവും. തെങ്ങുണ്ട്, ഇന്നലെ ഉണ്ടായ തേങ്ങയൊക്കെ ഇട്ടിട്ട് പോയി ഞങ്ങൾ. തെങ്ങൊക്കെ ക്ലീൻ ആക്കിച്ചിട്ടുണ്ട്. സപ്പോട്ട, ഇതൊരു പുല്ല് കണ്ടില്ല, ഇത് എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ. ബട്ടർ ഫ്രൂട്ടിൻ്റെ ചെടിയുണ്ട്, എല്ലാം പപ്പായ, ഫ്ലവർ ഐറ്റംസ്, അതുപോലെ എല്ലാം ഉണ്ട്. ഇതാണ് നമ്മുടെ വീട്. ഇത്രയും മിറ്റമാണ്, എല്ലാ സൗകര്യമുള്ള മിറ്റമായിട്ടുണ്ട്. ഒരു കിണറുണ്ട്. നമുക്ക് ആദ്യം കിണർ നോക്കിയിട്ട് വീട്ടിലേക്ക് കയറാം. പൂക്കൾ കണ്ടില്ലേ, ചെത്തി എല്ലാ പൂക്കളും ഉണ്ട്. കോഫി നിറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച വന്നിട്ട് പറിക്കണം. ഓക്കെ, നമ്മുടെ കിണർ കണ്ടില്ലേ, ഏത് സമയത്തും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. നല്ല വെള്ളമാണ്. ഓക്കെ, ഇനി നമുക്ക് വീട്ടിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ നമുക്കിട്ട് കഴിഞ്ഞ് നമുക്ക് റൂംസൊക്കെ ഒന്ന് നോക്കാം. ഇതൊരു ഹാളാണ്. നല്ല ഭംഗിയുള്ള വീടല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടുത്തെ കാലാവസ്ഥ അതുപോലെയാണ്. ഇതൊരു ബെഡ്റൂം, ഇതൊരു ബെഡ്റൂമാണ്. ഇതേപോലെ ഒരു ബെഡ്റൂം കൂടി ഇവിടെ ഉണ്ട്. ഇതൊരു ബെഡ്റൂം. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു വിസ്താരമായ ഒരു റൂമുണ്ട്. ഇതൊരു കിച്ചനാണ്. കിച്ചന് നമ്മളിവിടെ തിങ്സ് ഒന്നും അറേഞ്ച് ആക്കിയിട്ടില്ല. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുവാണെങ്കിൽ കുറച്ച് തിങ്സൊക്കെ കൊണ്ടുവന്ന് പാത്രങ്ങളും ഗ്യാസും എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ റെഡി ആക്കണം. അതിനുള്ള സമയം ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അത് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ചെറിയ പണിയുണ്ട് ഇവിടെ. ഒന്നും കൂടി പെയിന്റ് അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. അത് പുറത്തേക്കുള്ള ഡോറാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ബാത്റൂം ഉണ്ട്. പിന്നെ ഇത് ഒരു ബെഡ്റൂമാണ്. 3 ബെഡ്റൂം ഉണ്ട്. അത്ര ചെറുതല്ലാത്ത റൂം
സ്റ്റോപ്പുകളാണ്. പിന്നെ വിൻഡോ ഒക്കെ തുറന്നിടുവാണെങ്കിൽ അങ്ങോട്ട് കോഫിയും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് വാങ്ങിച്ച വീടാണ്. അതുകൊണ്ട് നമുക്ക് സന്തോഷമുണ്ട് ഇത് വാങ്ങിക്കാൻ പറ്റിയതിൽ. നമുക്കിനി പുറത്തോട്ട് പോകാം. ഓക്കെ, വരും. ഹലോ, ഇനി നമുക്ക് തോട്ടം നോക്കാൻ പോവാം. മൊത്തം കയറാൻ നോക്കത്തില്ല. എന്താ വെച്ചാൽ ഇവിടെ ഈ ഏരിയയിൽ എല്ലാ എസ്റ്റേറ്റ്സും കുന്നാണ്. അപ്പം നമുക്ക് കുന്ന് കയറണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് പോകാൻ പറ്റും, അവിടെ വരെ നമുക്ക് പോകാം. ഓക്കെ, വലിയ കുന്നാന്ന് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച അത്ര എളുപ്പമൊന്നും അല്ല. എന്നാൽ നമുക്ക് പോകാൻ വഴിയില്ല. ഇതുവഴി കാളിന്റെ തടത്തിൽ അരിയൊരു പ്രേമഹർഷമായി കുഴിവിളി തലനെയുന്നതി തന്റെ ഹൃദയം പുളകം. അപ്പം നമ്മൾ കുന്ന് കയറി മേലെ വന്ന് ആക്ച്വലി ടയേർഡാണ് കേട്ടോ. അങ്ങനത്തെ ഒരു കുന്നാണ്. എന്താ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുന്ന് വെച്ചെങ്കിൽ അങ്ങനെ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള പ്ലേസ് അല്ല. കോഫി കോഫി എന്തൊരു ഭംഗിയാണ്. എല്ലാം പഴുത്ത് നിൽക്കുകയാണ്. ഇനി ഇതൊക്കെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ കറക്കേണ്ട കോഫിയാണ്. എല്ലാം പോലെ പഴുത്തിട്ട് ഇത് കാണാത്തവർക്ക്, കൊടകിലുള്ളവർക്കൊക്കെ ഇത് പുതുമയല്ല, പക്ഷെ കാണാത്ത ആൾക്കാരുണ്ട്. ഇതാണ് നമ്മുടെ പ്ലേസ്. ഇതൊക്കെ നമ്മുടേതാണ്. 4 ഏക്കർ തോട്ടമുണ്ട്. നമ്മുടെ വീടാണ് ആ കാണുന്നത്. വീടിൻ്റെ മേൽഭാഗം മാത്രമേ കാണുന്നുള്ളൂ. ഓറഞ്ചിൻ്റെ മരമാണ് ഈ കാണുന്നത്. പിന്നെ തൊട്ടടുത്ത് പെപ്പറിൻ്റെ വള്ളി. ഓക്കെ, മരം ഇഷ്ടംപോലെ മരങ്ങളുണ്ട്. മാവും പ്ലാവും ഈ വക എല്ലാ ഫ്രൂട്ട് ഐറ്റംസും ഇതിനകത്തുണ്ട്. അടയ്ക്ക തെയ്യാണ് കാണുന്നത്. അടയ്ക്കയുണ്ട്. സിൽവർ ഉണ്ട്. സിൽവർ കുറച്ച് കൂടുതൽ തന്നെയുണ്ട്. ഓറഞ്ച് മരേ ഉള്ളൂ. ഓറഞ്ചിൻ്റെ സീസൺ കഴിഞ്ഞു പോയി. ഇനി നെക്സ്റ്റ് ഇയർ കിട്ടത്തുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മളുടെ ഇതിൽപ്പെട്ടതാണ്. ഏത് സമയത്തും ഇവിടെ കോൾഡാണ്. ഇവിടെ ഹോട്ടില്ല. ഇത്രയ്ക്ക് മരങ്ങളും ഈ ഗ്രീനറിയും ഒക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ വീടുകളൊന്നും അങ്ങനെ ഇല്ല ഇവിടെ. ഓൾമോസ്റ്റ് എല്ലാം ഫോറസ്റ്റാണ്. മുളയാണ് ആ കാണുന്നത്. സാധാരണ സിറ്റി സൈഡിലൊക്കെ കാണാൻ കിട്ടാത്തൊരു സാധനമാണ്. ഇങ്ങനത്തെ ഏരിയയിലൊക്കെ ഇത് കൂടുതലുണ്ടാവത്തുള്ളൂ. ഓക്കെ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ ഇതുപോലെ തന്നെയാണ്. ഇനി അങ്ങോട്ട് കൂടുതൽ കാണാൻ ഇതുപോലത്തെ തോട്ടവും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. ഇവിടത്തോട് തീർത്തിട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ടയേർഡായി കുന്ന് കയറിയിട്ട്. ഓക്കെ, അപ്പം എല്ലാവരും കണ്ടല്ലോ നമ്മുടെ എലിസാസ് കിച്ചണിലെ പുതിയ പ്രോപ്പർട്ടി. ഓക്കെ,
ഇത് നമ്മുടെ സ്ഥലത്തിൻ്റെ അതിൽ കൂടെ പോകുന്ന ഒരു വെള്ളത്തിൻ്റെ അരുവിയാണ്. ചെറിയ തോട്. മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും. പക്ഷെ ഇപ്പം മഴക്കാലം അല്ലാത്തതിൻ്റെ പേരിൽ വെള്ളം കുറവാണ്. ഇതിൻ്റെ എൻഡിങ് അവിടെ ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ വെച്ച് കാണാവുന്നതേ ഉള്ളൂ. എന്നാൽ നല്ല എന്താ പറയുക, നല്ല ശുദ്ധ വെള്ളമാണ്. ഇത് ഈ ചോലേന്ന് ഇറങ്ങി വരുന്ന പ്യുവർ വാട്ടറാണിത്. ഞങ്ങൾ തോട്ടം എല്ലാം കറങ്ങി തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. 4 ദിവസം കഴിഞ്ഞാൽ ന്യൂ ഇയർ ആണ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ വരുന്ന വർഷമെങ്കിലും സൂക്കേടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു. താങ്ക് യു.